കോയമ്പത്തൂരിനോ സേലത്തോ മാങ്ങ കൊണ്ടുവന്നിട്ട് വിൽക്കാൻ അടച്ചു പോയതാണ്. പോലീസുകാർ ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അതാ രാജ തഥാ പ്രജ എന്ന് പറഞ്ഞില്ലേ. മാങ്ങ കട്ട പോലീസുകാരനെ പിരിച്ചുവിട്ടു. അദ്ദേഹത്തിന്റെ പേരും സമുദായം ഒന്നും നമ്മുടെ പറയണില്ല. പക്ഷെ ബിസ്ക്കറ്റ് കട്ട പോലീസുകാർ എപ്പോഴും ഇങ്ങനെ നടക്കുകയാണ്. ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ അജന്ത ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് അല്ല, സ്വർണ്ണ ബിസ്ക്കറ്റ്. ഇവർക്ക് എന്തായിരുന്നു പണി? ഡാൻസ് ഓഫ് എന്ന് പറഞ്ഞൊരു സംഘം ഉണ്ടാക്കി പോലീസ്. അങ്ങനെ ഉണ്ടാക്കാൻ നിയമപരമായി അധികാരമുണ്ടോ? നിയമം പാലിക്കാനാണ് പോലീസ്, നിയമം കയ്യിലെടുക്കാനല്ല. കേരളത്തിൽ കഴിഞ്ഞ 2-3 വർഷമായി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങി 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് മൂർധന്യതയിലെത്തിയതാണ് നിയമപാലകർ. വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറഞ്ഞ പോലെ പോലീസ് നിയമം കയ്യിലെടുക്കണം. ആ നിയമം കയ്യിലെടുക്കുമ്പോ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമല്ല. പിണറായി വിജയന്റെ പ്രശ്നം ഞങ്ങൾക്കറിയാം. പിണറായി വിജയന്റെ മകൾ വീണ റിയാസ് പുതിയാപ്പിളാണല്ലോ. വീണ റിയാസ് പറഞ്ഞല്ലോ, അൻവർ അല്ലെ, അൻവാർ തുടങ്ങിയിട്ട് കുറെ, അൻവറിന്റെ വാർ തുടങ്ങിയിട്ട്. ഞങ്ങൾ അൻവറിന്റെ വക്കാലത്തെടുത്ത് വന്നവരൊന്നല്ല. ഈ സുജിത് ദാസ് പോലീസിന്റെ യൂണിഫോം ഇട്ടിട്ട് കാക്കി ഇട്ടിട്ട് ഇവിടെ നടത്തുന്നത് കൊള്ളയാണ്, സ്വർണം പൊട്ടിക്കലാണ് എന്ന് അൻവർ പറയുന്നതിന്റെ 1.5 കൊല്ലം മുമ്പ് പറഞ്ഞവരാണ് ഞങ്ങള് പറഞ്ഞു. ആരും ശ്രദ്ധിച്ചില്ല. ഈ നിൽക്കുന്ന പോലീസുകാർ സാധുക്കളാണ്. അവർക്കൊരു പക്ഷേ മോൾന്ന് ഏമാൻ പറഞ്ഞാൽ കേൾക്കല്ലാതെ വഴി ഉണ്ടാവില്ല. പക്ഷെ ഏമാൻ പറഞ്ഞാലും നിയമവിരുദ്ധമാണെങ്കിൽ അത് കേൾക്കാതിരിക്കാനുള്ള വകുപ്പും കോടതിയൊക്കെ ഇവിടെ ഉണ്ട്. എന്താ സംഭവിച്ചത്? വീണയുടെ അഴിമതി, റിയാസിന്റെ അഴിമതി പറഞ്ഞല്ലോ അൻവർ. റിയാസിന് വേണ്ടിയാണ്, മകനെ നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടായിരുന്നു പണ്ട്. മരുമകനെ നിനക്ക് വേണ്ടി. വീണയുടെ 3ാമത്തെ ഭർത്താവായി റിയാസ് വന്നത് വെറുതെ അല്ല, അതൊക്കെ കച്ചവട മാഫിയ സംഘത്തിന്റെ ഭാഗമായിട്ടാണ്. എന്നിട്ട് വന്നപ്പോഴോ സ്വർണം ഇവിടെ വെറുതെ അല്ല സുജിത് ദാസും സംഘം പൊട്ടിച്ചത്. എന്തുകൊണ്ടാ പൊട്ടിച്ചത്? മോളില് സ്വർണ്ണ കച്ചവടാണ്. സ്വപ്ന സുരേഷ്, ആ മാദക സുന്ദരിയെ കണ്ടിട്ടില്ലേ നിങ്ങൾ? എവിടെയാണ് അവര്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ IAS എത്ര ദിവസം സെൻട്രൽ ജയിലിന്റെ അഴിയെണ്ണിയത്? എന്തിനാണ്? എന്താ മുഖ്യമന്ത്രിയിലേക്ക് എത്താത്ത ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധി ചോദിച്ചു. അന്ന് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കാൻ പോയപ്പോ പള്ളർത്ത് കിട്ടി. രാഹുൽ ഗാന്ധി ചോദിച്ചുല്ലേ, എന്തുകൊണ്ട് കേരളത്തിലേക്ക് എന്താ എല്ലാ തമ്മാടിത്തരം ഇവിടെ നടക്കുന്നുണ്ട്, എന്താ നടക്കാത്തത്? കരാറാണ്. എന്താ കരാറ്? ഇവിടുന്ന് ആരെ വിജയിപ്പിച്ചു വിടണം? സുരേഷ് ഗോപിയെ. കരുവന്നൂർ ബാങ്കിലെ കേസ് അന്വേഷണം നിന്നോ? കരുവന്നൂർ ബാങ്കൊക്കെ ക്ലിയർ ആയോ? എന്തായിരുന്നു അത്? സുരേഷ് ഗോപിക്ക് വഴിയൊരുക്കലായിരുന്നു അല്ലെ? തൃശൂർ പൂരം കലക്കി ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ പോലീസുകാർ ചട്ടിത്തോപ്പിഴ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കറിയില്ല മോട്ടോർ വെഹിക്കിൾ ആക്ട്? നിങ്ങൾക്കറിയില്ല നിയമം? ആംബുലൻസിൽ ഒരു രോഗിയെ കൊണ്ടുപോകാതെ ആംബുലൻസ് ബീക്കൺ ലൈറ്റ് ഇട്ടിട്ട് വന്നാൽ ഒരാൾ പോയാൽ എന്തായാലും ശിക്ഷ? എനിക്കറിയാം, അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രക്കാരൻ നേരം വൈകിയപ്പോ പെടാപാട് കൊണ്ട് ട്രെയിന് പോകുമെന്ന് വിചാരിച്ച് ബേജാറായിട്ട് ബീക്കൺ ലൈറ്റ് ഇട്ട് വന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് 80 ദിവസം കഴിഞ്ഞിട്ടാണ് ജാമ്യം കിട്ടിയത്. സുരേഷ് ഗോപി പോയത് കേരളം മുഴുവൻ കണ്ടതല്ലേ? ഇവിടെ മലപ്പുറത്ത് വന്നിട്ട് ഞങ്ങൾ സമരം നടത്തുന്നവരും ഈ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്നവരും നേരെ കേസെടുക്കുന്നവർക്ക് ധൈര്യമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, CPM-ന്റെ ഒരു നേതാവിന് ഇവിടെ ഗോവിന്ദൻ മാഷ്ക്ക് ധൈര്യമുണ്ടോ ഒന്ന് പറയാൻ? ഒന്ന് വേണമെങ്കിൽ അത്ര പറഞ്ഞാൽ മതി. ആ പൂരത്തിൽ പ്രശ്നമുണ്ടാകുമ്പോ അങ്കിത് അശോകൻ എന്ന് പറയുന്ന ഒരു IPS-കാരൻ അവിടെ കിടന്നിട്ട് ഇങ്ങനെ തേള് കള്ളു കുടിച്ച മാതിരി ഇളകിയപ്പോ അങ്ങോട്ട് ഒരാൾ ഓടി വന്നു ആംബുലൻസിൽ. സുരേഷ് ഗോപിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, കുഴപ്പമുണ്ടാകും എന്താ നമുക്കറിയാം. പക്ഷെ സുരേഷ് ഗോപി അവിടെ രോഗിയായിട്ടല്ല വന്ന്, ബീക്കൺ ലൈറ്റിട്ട് ആംബുലൻസിൽ ഒരു സ്ഥാനാർത്ഥി വന്നാൽ, ഒരു ആള് പോയാൽ രോഗിയല്ലെങ്കിൽ അങ്ങനെ ആംബുലൻസ് ഓടാൻ പാടുണ്ടോ? അത് ക്രിമിനൽ കുറ്റമല്ലേ? മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം അത് തെറ്റല്ലേ? ഇവിടെ കാക്കിടാതെ പോകുന്ന, ബെൽറ്റ് ഇടാതെ പോകുന്ന, അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇടാതെ പോകുന്ന പാവത്തിന് കൈകാട്ടി നിർത്തിയിട്ട് അവന്റെ പേരിൽ FIR ഇടുന്ന പോലീസോടെ കേരളത്തിന് പിണറായി വിജയന് ഇന്ന് ധൈര്യം ഉണ്ടോ പറയാൻ? മലപ്പുറത്ത് ഭീകര പ്രവർത്തനം നടക്കുന്നുണ്ട്, ദേശവിരുദ്ധ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പിണറായി വിജയന് ഈ സുരേഷ് ഗോപി നടത്തിയത് നിയമവിരുദ്ധമാണെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടോ? മലപ്പുറത്തിനെതിരെ ഞങ്ങളുടെ ജന്മഭൂമിയാണ്. ഞങ്ങൾ കാക്കക്കാരനവരന്മാരായി ജീവിച്ചതാ. നിങ്ങൾക്കറിയോ ഈ സ്റ്റേഡിയം കോംപ്ലക്സ്? ഞങ്ങൾ 10ാം ക്ലാസ് പഠിക്കാൻ സ്കൂളിൽ വരുമ്പോ ഈ കോംപ്ലക്സ് കൂടെ ഇതിന്റെ അപ്പുറത്തൊരു മൈതാനുണ്ട്, കെട്ടിപ്പൂട്ടി വെച്ചേക്കാം. പൊരുത്തിന് വെച്ച മാതിരി നാട്ടുകാർക്ക് കളിക്കാൻ കൊടുക്കണ്ടേ? ഞങ്ങളെ കാക്കക്കാരനവന്മാർ ആ മൈതാനത്തെ വിളിച്ച കോട്ടപ്പടി മൈതാനല്ല, കവാത്ത് പറമ്പുന. പോലീസുകാർക്ക് അറിയില്ല എന്താ കവാത്ത്? ബ്രിട്ടീഷ് പട്ടാളം കവാത്ത് നടത്തിയത്.
അതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പോ പാറ പോലെ പരിപരുത്ത പാറനമ്പിയുടെ പട്ടാളം കവാത്ത് നടത്തിയത്. ഒരു ഭരണകൂടത്തിനും ഞങ്ങൾ റാൻമൂളിൽ നിന്നിട്ടില്ല. സൂര്യനസ്തമിക്കാത്ത വെള്ളപ്പട്ടാളത്തോടും കുതിരപ്പട്ടാളത്തോടും ഏറ്റുമുട്ടി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത ഞങ്ങളെ നോക്കിയിട്ട് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നെന്ന് പറഞ്ഞ പിണറായി വിജയനല്ല. പിണറായി വിജയനെ ഇച്ഛാസം വന്നാൽ സമ്മതിച്ചു കൊടുക്കാൻ മലപ്പുറത്തേക്ക് മനസ്സില്ല. എന്താ മാർക്സിസ്റ്റ് പാർട്ടി മനസ്സിലാക്കി? എന്നിട്ട് PV അൻവർ നിങ്ങളെ കൂട്ടുന്നുണ്ട് ഇറങ്ങി വന്നു. ഒരു MLA പോയാലും വേണ്ടിയില്ല, അജിത് കുമാറിനൊന്ന് സസ്പെൻഡും കൂടി ചെയ്യൂല. 100 പറഞ്ഞു പെരിന്തൽമണ്ണ കിട്ടും 100 അല്ലേ? 98 ഒരു MLA അങ്ങോട്ട് പോയാലും വേണ്ടിയില്ല. എന്നിട്ട് അൻവർ പറയുമ്പോ എന്താ പറയണ അറിയോ? മലപ്പുറത്ത് CPM നേതാക്കന്മാര് EN മോഹൻദാസ് മൂപ്പരൊക്കെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന നാടാണ് ഇറങ്ങി വന്ന് പറയും, ഈ പാർട്ടിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് അറിയണ്ട. ഈ പാർട്ടി ഏതാന്ന് നിങ്ങൾക്ക് അറിയോ? ഞങ്ങൾക്കെതിരെ നിങ്ങളെ പാർട്ടി എന്താണെന്ന് അറിയണത്? CPM എന്താണെന്ന് അറിയാനല്ലേ ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്ന അൻവർ പറഞ്ഞ കാര്യത്തിന് മറുപടി പറയണം. അൻവർ എന്താ പറഞ്ഞത്? സ്വർണം പിടിക്കണ്ടെന്നല്ല. ഈ സ്വർണം എന്ന് പറഞ്ഞ സ്വർണം കക്കല്ലല്ലോ ആണോ? ഗൾഫിൽ നിന്ന് സ്വർണം കൊണ്ടുവരാൻ പാടില്ല നിയമമുണ്ടോ? നിയമപാലകരല്ലേ എന്റെ മുമ്പിൽ നിൽക്കുന്നത്? പിണറായി വിജയൻ റാൻമൂളി നിന്നാ മതിയോ? പിണറായി വിജയൻ തമ്പുരാൻ തന്നെ എന്നും ആവോ? ഒരു ഭരണ തുടർച്ച കിട്ടി കയറിയിട്ട് മുസ്ലിം ലീഗ് എന്റെ നേതാവ് CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയാകുമ്പോ ഈ മലപ്പുറത്തിന്റെ MLA ആണ്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായ സമയത്താണ് പോലീസുകാരെ നിങ്ങൾക്കറിയോ CHന്റെ ആദ്യത്തെ പ്രസംഗം എന്താ അറിയോ? ജനങ്ങള് പോലീസുകാരും മനുഷ്യരാണ്, പോലീസുകാരും മനുഷ്യരാണ്. പോലീസുകാരുടെ സേവന വേതന വ്യവസ്ഥകൾ എന്നാണ് അതിന്റെ ജീവൻ വെച്ചത് നോക്കിക്കോ. അതെന്റെ നേതാവ് CH മുഹമ്മദ് കോയ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാകുമ്പോഴാണ്. ഈ രാജ്യത്ത് നക്സലൈറ്റുകാർ എത്ര പോലീസുകാരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്, എത്ര പോലീസ് ജീപ്പിന് തീ വെച്ചിട്ടുണ്ട്. നക്സലൈറ്റ് ഭീകരത, കമ്മ്യൂണിസ്റ്റ് ഭീകരത അവസാനിപ്പിച്ച CH. അതിന് CH കിട്ടിയ സമ്മാനം എന്താ അറിയോ? മാരാരെന്ന് പറയുന്ന ഒരു മാർക്സിസ്റ്റുകാരൻ CHന്റെ മുഖത്തേക്ക് ആസിഡ് പോകാൻ പറഞ്ഞതിന്റെ ചരിത്രം ഇവിടെ ഉണ്ട്. ഞങ്ങൾ നിയമം കയ്യിലെടുക്കാമെന്നോലെ ഞങ്ങളൊക്കെ രാഷ്ട്രീയക്കാരാ. ഈ ജില്ല കേരളത്തിലെ ഏറ്റവും ശക്തമായ 10-20 MLA-മാരുള്ള ഒരു പാർട്ടിയുടെ, 4 MP-മാരുള്ള ഒരു പാർട്ടിയുടെ, കേരളത്തിന്റെ ഡെപ്യൂട്ടി ഭരണാധികാരികൾ ഇരുന്ന പാർട്ടിയുടെ, കേരളത്തിന്റെ റവന്യൂവിന്റെ 70% കൈകാര്യം ചെയ്ത ഒരു പാർട്ടിയുടെ നേതാക്കന്മാരാ. ഞങ്ങൾ ആരെങ്കിലും പോലീസ് സ്റ്റേഷൻ വന്ന് ഇറങ്ങിയിട്ടുണ്ടോ? ഇവിടെ വന്ന് രാഷ്ട്രീയത്തിന്റെ തിണ്ണമെടുത്ത് കാണിച്ചിട്ടുണ്ടോ? പക്ഷേ ഒരു പള്ളിയിൽ ഒരു പ്രശ്നം ഉണ്ടായ, നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി വന്നാൽ എന്താ പോലീസ് നമ്മളോട് ചെയ്യുന്നത്? എന്നിട്ട് അവരിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് പറയും, ഉണ്ടോ അത് ഡാൻസ് ആപ്പാണ്. എന്ത് ഡാൻസ് ആപ്പ്? താമിർ ജിഫിന്റെ ചോര കുടിച്ചിട്ട് നടക്കല്ലെങ്കിൽ ഇതൊക്കെ അധികാരം ഉണ്ടാവുമ്പോ അങ്ങനെ കള്ളങ്ങോട്ട് കുടിച്ചിട്ട് കയറുമ്പോ കാണാൻ ചിലവരിങ്ങനെ ഷാപ്പിന്റെ മുന്നിൽ ഇങ്ങനെ നടക്കണം. ആ കെട്ടങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ ഓനൊന്നിനും പറ്റൂല. ഞാനും ഒരു സർവീസിലാണ് 56 വയസ്സിന് റിട്ടയർ ചെയ്താലും റോഡിൽ കൂടി നടക്കണം. ജനങ്ങൾ ഭയപ്പെടുന്ന പോലീസല്ല ആകേണ്ടത്, ജനങ്ങൾ ആദരിക്കുന്ന പോലീസ് ആവണം. അതാവണമെങ്കിൽ നിയമം പാലിക്കണം. ഞങ്ങൾ ആരും നിയമം പാലിക്കൂല എന്ന് പറയാൻ വന്നവരല്ലോ. സ്വർണം കൊണ്ടുവരേണ്ടെന്ന് നിയമമുണ്ടോ? അവിടെ വിദേശത്ത് എത്രയും സ്വർണം കൊണ്ടുവരാം. എയർ ഇന്ത്യയുടെ ലഗേജ് 15 കിലോ ആണെങ്കിൽ നിങ്ങൾക്ക് 15 കിലോ ആ ലഗേജിൽ സ്വർണം കൊണ്ടുവരാൻ നികുതി അടക്കണമെന്നേ ഉള്ളൂ. എന്താ കോഴിക്കോട് എയർപോർട്ടിലെ പ്രശ്നം? കോഴിക്കോട് എയർപോർട്ട് ഇപ്പൊ നിങ്ങൾക്ക് മലപ്പുറത്തെ എയർപോർട്ടായില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഉസ്മാൻ താമരത്തുള്ള കമ്പനിന്റെ കാലത്ത് ഞങ്ങളൊന്നൊരു നിവേദനം കൊടുത്തതിന് ഒരു മലബാർ എയർപോർട്ടിനെങ്കിലും പേരിടി എന്ന് പറഞ്ഞിട്ട്. മലപ്പുറത്തിന്റെ ഭൂമിയാണത്, മലപ്പുറത്തിന്റെ മണ്ണാണത്. ആ എയർപോർട്ട് വെറുതെ ഉണ്ടാകുന്നില്ല. എന്റെ നേതാവ് KM സീനി സാഹിബ് 1952 മദ്രാസ് നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയമാണ്. അങ്ങനെയാണ് കണ്ണംവെട്ടിക്കാവിൽ, ആ കരിപ്പൂരിലെ കണ്ണംവെട്ടിക്കാവ് എന്ന് പറയുന്ന പറങ്കുച്ചിക്കാട് എയർപോർട്ടായി മാറിയത്. ആ ഫയലിന് ജീവൻ വെച്ചു 1950. എന്റെ നേതാവ് കൊണ്ടുവന്ന അതിന് ജീവൻ വെച്ചത് 57 കേരളത്തിൽ ഗവൺമെന്റ് വന്നപ്പോഴാ. എതിർപ്പ് വന്നപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വായിച്ചതാണ് ചരിത്രത്തിൽ. ഇന്നും ആ പത്രക്കട്ടിങ്ങിന്റെ വാപ്പാന്റെ കയ്യിൽ നിന്ന് കണ്ട എനിക്ക് ഓർമ്മയുണ്ട്. CH കുണ്ടോട്ടിയിൽ പ്രസംഗിക്കുന്നു. എന്താ പ്രത്യേകിച്ച് പെട്ടിക്കോളത്തിൽ ചോദിച്ചാൽ പറഞ്ഞു, കുണ്ടോട്ടിയിൽ എയർപോർട്ട് വരുന്നതിനെതിരെ സമരമുണ്ട്. CH അവിടെ വന്നിട്ട് പറഞ്ഞു, നോക്കൂ, ബോംബെയിലെ കങ്കാണിമാർ നിങ്ങളുടെ വിദേശത്ത് പോകുന്ന മക്കളെ അവരെ വേട്ടയാടുന്നില്ലേ? ഇതാ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ നാട്ടിൽ വന്ന് ഇറങ്ങാം. ഈ വിമാനത്താവളം കൊടുത്ത് അങ്ങ് കൊടുന്ന് ഹജ്ജിന് പോകാം. ഞങ്ങളുടെ സഹോദരന്മാർ ഭൂമി കൊടുത്തിട്ടാണ്. കേരളത്തിലെ ഒരേ ഒരു പൊതുമേഖലയിലെ എയർപോർട്ടാണത്. തിരുവനന്തപുരത്ത് അഡാനിക്ക് വിറ്റില്ലേ? ഒരേ ഒരു എയർപോർട്ടാണത്. ആ എയർപോർട്ടിലൂടെ സ്വർണം വരും. 6 ജില്ലക്കാർ വരും. മംഗലാപുരം മുതൽ പാലക്കാട് വരെയുള്ളവർ വരും. അവിടുന്ന് കസ്റ്റംസ് സ്വർണം പിടിക്കണില്ല, സ്കാൻ ചെയ്യുമ്പോ കാണും. പുറത്തേക്ക് അറിയാം എന്തോ ഒരു കഴിവാറെ നമ്മളെ നിൽക്കുന്ന പോലീസിനറിയോ.
അവർക്ക് ഭയങ്കര ഗോപിനാഥ് മുതുക്കാടിനെക്കാട്ടിലും അറിയാം. സ്വർണ്ണയിട്ട് കസ്റ്റംസിന് പോലും കഴിയാതെ കസ്റ്റംസിന്റെ സ്കാനിങ്ങിന് പുറത്തായോ വണ്ടിയിൽ ഇങ്ങോട്ട് കയറി അവർ പിടിച്ചാൽ ആ സ്വർണം നിയമപരമാണെങ്കിൽ കസ്റ്റംസിന് കൊടുക്കണ്ടേ? എന്നിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഇതിൽ മുതൽ കൂട്ടണ്ടേ? അത് കൊണ്ടുവന്നിട്ട് ഇവരേറ്റ് പോവാണ്. എടക്കരയിലെയും നിലമ്പൂരിലെയും ചുങ്കത്തറയിലെയും വഴിക്കടവിലെയും എസ്റ്റേറ്റിലെ ആളില്ലാത്ത ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി അർദ്ധരാത്രിയുടെ ചരമയാമത്തിൽ ഡാൻസ് ഓഫിന്റെ തലവൻ ടീഷർട്ട് ഇട്ട് വന്നിട്ട് ചവിട്ടും കുത്തും എന്നിട്ടോ കേൾപ്പിച്ചു കൊടുക്കുക. മുഖ്യമന്ത്രിന്റെ പെരിയിൽ അടിച്ചരിക്കാരന്റെ സൗണ്ട് കേട്ടില്ലേ? എന്നിട്ട് ഇത് വിറപ്പിച്ചിട്ട് 1.5 കിലോ കൊണ്ടുവന്നവരോട് പറയണം 1/2 കിലോ എനിക്ക് തരാം, പിടിച്ചു പോയി എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനൊക്കെ നടന്നൊന്ന് ആലോചിച്ചു നോക്ക്. സ്കോട്ട്ലാൻഡ് യാർഡിനെ പോലെ മനോഹരമായിരുന്നില്ലേ കേരള പോലീസ്? ആ കേരള പോലീസിനെ കൊള്ളക്കാരുടെ സംഘമാണ് എന്ന് പേര് വരുത്തിയത് പിണറായിയുടെ ഗവൺമെന്റും പിണറായിയുടെ RSS വിളയാട്ടുമാണ്. ഞങ്ങൾ ഇവിടെ ആർക്കെങ്കിലും എതിരായിട്ടുള്ള സമരം ഈ മണ്ണിനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ഇവിടെ പറഞ്ഞില്ല, ഇത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മണ്ണാണ്. അങ്ങാടിപ്പുറത്തെ തളിക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ കത്തിയമർന്നപ്പോ അവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാകാതിരിക്കാൻ പനിച്ചു വിറച്ച് ഡോക്ടർമാർ വീട്ടിൽ നിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞപ്പോഴും എന്റെ നേതാവ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ സ്വർണ്ണ വിദ്രുമ ചുണ്ടനക്കി സംസാരിച്ച് കന്നിപൂത്ത തൈച്ചമ്പകപ്പൂവിന്റെ നിറമുള്ള ചോരച്ചുകപ്പുള്ള കൈകൾ കൊണ്ട് അവിടെ വന്ന് സമാധാനം പറഞ്ഞ മണ്ണാണിത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര സ്റ്റേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും? എവിടെല്ലാം ജോലി? ഇതുപോലെ സമാധാനമുള്ള ഒരു സ്ഥലമുണ്ടോ? ഇതുപോലെ ശാന്തിയുള്ള ഒരു സ്ഥലമുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും അനാവശ്യമായ ആവശ്യത്തിൽ പോലും സ്റ്റേഷനിൽ വരാതെ റോട്ടിൽ നിന്ന് കോംപ്രമൈസ് ആയി പോകുന്നവരാണ്. പക്ഷേ ഇത് കളിച്ച് കൊത്തി മുറത്തിൽ കയറി കൊത്തുക എന്ന് പറഞ്ഞ പോലെ പിണറായി വിജയൻ RSSനെ പേടി ഉണ്ടാകാം. അതെന്തുകൊണ്ടാണ്? കള്ളക്കരുന്ന് നടത്തിയിട്ട മടിയിൽ കനമില്ല എന്ന് പറഞ്ഞല്ലോ. പിണറായി വിജയൻ കീശയല്ല വീർപ്പിച്ചത്, മേശയാണ്. ആ അഴിമതി പിടിച്ചാൽ അണ്ടർഗ്രൗണ്ടിൽ പോകേണ്ടി വരും. അതിന് അവരെ സോപ്പിടാൻ വേണ്ടിയിട്ടാണ്. പിണറായി വർഗീയവാദിയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, മാർക്സിസ്റ്റ് പാർട്ടി വർഗീയ പാർട്ടിയാണെന്ന് പറയുന്നില്ല. പക്ഷേ പിണറായി വിജയൻ വർഗീയവാദികൾക്ക് വിട്ടുപണി ചെയ്യുന്നു. പിണറായി വിജയൻ RSSനെ ഭയപ്പെടുന്നു. നിങ്ങൾക്ക് ഭയപ്പെടാനുള്ള അവകാശമുണ്ട്, പക്ഷെ അത് ഞങ്ങളുടെ നെഞ്ചത്തേക്ക് വേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.